إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ ദീനും ഇസ്ലാമിക പ്രമാണങ്ങളും മനുഷ്യജീവിതത്തെ എളുപ്പമാക്കുകയും ആളുകൾക്ക് കൂടുതൽ സൗകര്യം പകർന്നു നൽകുകയുമാണ് ചെയ്യുക. എന്നാൽ മനുഷ്യൻ തെറ്റായ വഴികളിലേക്ക് മാറി സഞ്ചരിക്കുമ്പോൾ അത് കൂടുതൽ അപകടമുണ്ടാക്കുകയും പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയുമാണ് ചെയ്യുക. അത്തരം കാര്യങ്ങളുടെ നിരവധി അനുഭവങ്ങളും ഉദാഹരണങ്ങളും നിരന്തരമായി നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയിൽ കേരളത്തിൽ വലിയ ചർച്ചയുണ്ടായൊരു സംഭവമാണ് കാസർഗോഡ് ഏകദേശം 1 വർഷം മുമ്പ് കൊല്ലപ്പെട്ട ഒരു മനുഷ്യന്റെ കൊലപാതകം തെളിയിക്കപ്പെടുകയും അതിലെ പ്രതികൾ ഒരു മന്ത്രവാദവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നതും അവർ പ്രതിയായി പിടിക്കപ്പെടുകയും ചെയ്തത്. ജിന്നുമ്മയാണ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. ഈ മനുഷ്യന്റെ 596 പവൻ സ്വർണം ഇരട്ടിപ്പിച്ചു നൽകാം, സ്വർണം ഇരട്ടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു വാങ്ങിവെച്ചു. പിന്നീട് അത്രയും പണം അവർ സ്വന്തമായി എടുക്കുകയും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ മനുഷ്യനെ കൊന്നുകളയുകയും ചെയ്തു എന്നതാണ് പറയപ്പെടുന്നത്. നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഇത് വളരെ അപൂർവമായി കേൾക്കുന്ന, എന്നെങ്കിലും സംഭവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. കേരളത്തിലും ഇന്ത്യ രാജ്യത്ത്, കേരളത്തിന് പുറത്തും ലോകത്ത് പലയിടത്തും ആത്മീയതയുടെ പേരു പറഞ്ഞ് ആളുകൾക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി അവരുടെ പണം തട്ടിയെടുക്കുകയും കുടുംബം തകർക്കുകയും ലൈംഗികമായ ചൂഷണങ്ങളിലേക്ക് കൊണ്ടുപോവുകയും പലപ്പോഴും ആളുകളെ കൊന്നുകളയുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. മുമ്പ് ഒരു ഗുർമീത് റാം റഹീം സിംഗ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു ഉത്തരേന്ത്യയിൽ നിന്ന്. അയാൾക്കെതിരെ വന്ന ലൈംഗിക ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. ഒരു ആസാറാം ബാപ്പു എന്ന് പറയുന്ന ഒരു ചങ്ങാതിയെ ഇതുപോലെ ഒരു സിദ്ധനെ മുമ്പ് അറസ്റ്റ് ചെയ്യുണ്ടായി.
അയാളുടെ ആശ്രമം 1000 ഏക്കറിൽ വിന്യസിച്ച് കിടക്കുന്നതാണ്. സ്വന്തമായ ഒരു സാമ്രാജ്യം പണിതിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞാൽ അനുസരിക്കാൻ ധാരാളം പരിവാരങ്ങളും അയാളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരുപാട് സ്ത്രീകളും വർഷങ്ങളോളം ജീവിക്കാൻ ആവശ്യമായ ധാന്യശേഖരങ്ങളും വലിയ സമ്പത്തും സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അതിനകത്ത് ജീവിക്കുക. ആത്മീയാചാര്യനായി ആളുകളുടെ പ്രശ്നം തീർത്തു കൊടുക്കുമെന്ന ഓഫർ കൊടുത്ത് അതിനുള്ളിൽ കഴിഞ്ഞുകൂടാ. ഇങ്ങനെ 1ഉം 2ഉം ആളുകളല്ല, 30 കേസിൽ പ്രതിയായ ഒരാൾ 2014 ഇതുപോലെ ഉത്തരേന്ത്യയിൽ നിന്ന് പിടിക്കപ്പെട്ടു. 16-കാരിയായ തന്റെ ഒരു അനുയായിയെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിലാണ് 2013 മറ്റൊരാളെ അറസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഒരുപാട് അറസ്റ്റുകൾ. ഒരു ഇതുപോലൊരു ആത്മീയ ദിവ്യത്വമുള്ള ആളെന്ന് വാദിച്ച് ജനങ്ങളെ തട്ടിപ്പ് നടത്തുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോ ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ 5 ജില്ലകളിലാണ് പ്രതിഷേധങ്ങൾ നടന്നത്. അതിന്റെ ഭാഗമായി കൊലപാതകങ്ങളുണ്ടായി. പരാതി കൊടുത്ത ആളെ കൊല്ലുന്ന സാഹചര്യമുണ്ടായി. ചെറിയ നൂലും ഏലസും മുതൽ തട്ടിപ്പ് തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ വലിയ രൂപത്തിലുള്ള തട്ടിപ്പുകളും കൊലപാതകങ്ങളും നടത്തുന്ന ആത്മീയ കേന്ദ്രങ്ങൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. നമ്മളിവിടെ ഈ പട്ടാമ്പിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇതിന്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ അങ്ങനത്തെ ആളുകളെ കാണാൻ പറ്റും. അറബ് മാന്ത്രികം, പിന്നെന്താ ഇങ്ങനത്തെ കുറെ പേരുകൾ പറഞ്ഞു. മുസ്ലിങ്ങളുടെ പേരിൽ അല്ലാത്തതിന്റെ പേരിലൊക്കെ ജനങ്ങളുടെ പണം തട്ടുകയും ലൈംഗിക ചൂഷണങ്ങൾക്ക് അത്തരം ചൂഷണങ്ങൾ നിർവഹിക്കുകയും കൊലപാതകത്തിലേക്ക് എത്തുകയും കുടുംബങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സാധാരണ മനുഷ്യരെ മാനസിക രോഗികളാക്കി മാറ്റുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാൻ പറ്റും. നോക്കൂ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇത്രയധികം ഇത് ആവർത്തിക്കുന്നത്? പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ 2 മനുഷ്യരെ കൊന്ന് കഷ്ണങ്ങളാക്കി ആഭിചാര കൊലപാതകം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് വാർത്തകൾ വായിച്ചത്. കൂടോത്രത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിൽ കൊന്ന് കുഴിച്ചുകൂടി നരബലിയുടെ വാർത്തകൾ കേരളത്തിന് പുറത്തുനിന്ന് ധാരാളം കേൾക്കാറുണ്ട്. കേരളത്തിൽ നമ്മൾ കേൾക്കുകയാണ്. വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരം ജില്ലയിൽ തന്റെ മാതാപിതാക്കളെയും അടുത്ത ബന്ധുക്കളെയും എല്ലാം കൊന്നുകളഞ്ഞു. അതും ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്തായിരുന്നു. മലയാളിയായ ഒരു ഡോക്ടർ പെൺകുട്ടി ഒഡീഷയിൽ പോയി മരണപ്പെട്ടു. ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. അവരുടെയും മരണം ഒരു അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു, അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. നമ്മുടെ വിദ്യാസമ്പന്ന സമൂഹമാണ്, പ്രബുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് നമ്മൾ. ഏറ്റവും പുതിയ അത്യാധുനിക സംവിധാനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവരെന്നും പുതിയ പുരോഗമന കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെന്നും അവകാശപ്പെടുമ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങൾ പെരുകുന്നു. അതിന്റെ പേരിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത വലിയ ചൂഷണങ്ങളും കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ളത് നാൾക്കുനാൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന സാഹചര്യമുണ്ട്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇത്തരം അബദ്ധങ്ങളിൽ വീണ്ടും വീണ്ടും അകപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ, ഈ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ വർദ്ധിക്കുന്നത്? ഇത്തരം കപട ആത്മീയതയുടെ ലോകം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആളുകൾക്ക് കുറെ കുടുംബ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങൾ, ഒരു പനി പിടിച്ച് ഒരു ഡോക്ടറെ കണ്ടു മാറിയില്ല, രണ്ടാമത്തെ ഡോക്ടറെ കണ്ടു മാറിയില്ല, മൂന്നാമത് ഏതെങ്കിലും ഒരു അമ്മാവനോ അമ്മായിയോ വന്നിട്ട് പറയും ഇത് വേറെ പ്രശ്നമാണ്. അപ്പൊ പിന്നെ ആളുകൾ നേരായ ചികിത്സയിലേക്കല്ല പോകുന്നത്, ഇത്തരം കേന്ദ്രങ്ങളെ അന്വേഷിച്ചു പോവുകയാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോ ആത്മീയമായ ഒരു ശക്തിയെ അഭയം തേടുക എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു തേട്ടമാണ്. അതുകൊണ്ട് മാനസികമായ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും തീർക്കാൻ അവന്റെ മനസ്സ് തേടുന്ന ആത്മീയത അതിങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ ഇത്തരം തെറ്റായ ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നു എന്നതാണ് ഒരു പ്രധാന സംഗതി. ഞാനൊരു സ്ഥാപനത്തിൽ ഒരാളെ കണ്ടു, ഒരാളുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം പറയേണ്ടത്. ഒരു വലിയ ഗവൺമെന്റ് സ്ഥാപനമാണ്.
സ്വാഭാവികമായും അതിലെ ജോലിക്കാരെല്ലാം വിദ്യാസമ്പന്നരായ ആളുകളായിരിക്കും. അപ്പൊ ആ സ്ഥാപനത്തിലെ ഒരാൾക്കൊരു അപകടം സംഭവിച്ചു, അടുത്ത ആഴ്ച വേറൊരാൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, അടുത്ത ആഴ്ച വേറെ ആൾക്കൊരു പ്രശ്നമായി. അപ്പൊ ഒരാൾ മറ്റൊരാളോട് പറയണം, ഇവിടെ എന്തോ ഒരു ദോഷം. ഡിഗ്രിയും PGയും ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഭൗതിക വിദ്യാഭ്യാസ സമ്പത്തുണ്ടെന്ന് വിദ്യാസമ്പന്നരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പറയണേ, ഇവിടെ എന്തോ ഒരു ദോഷമുണ്ടാകുന്ന ആ ദോഷം തീർക്കാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ഒരു ഭാഗത്ത് നമ്മൾ വിജ്ഞാനത്തിന്റെ നെറുകയിലെത്തുമ്പോഴും മറുവശത്ത് നമ്മുടെ വിശ്വാസം ചെളിക്കുണ്ടിലാണ്, മാലിന്യ കൂമ്പാരത്തിലാണ്, കുപ്പത്തൊട്ടിയിലാണ്. അവിടെ നിന്ന് ഉയരാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളത് ഒരു പ്രശ്നമുണ്ടാകുമ്പോ ആത്മീയ പരിഹാരം തേടി മനുഷ്യർ പോകുന്നത് പലപ്പോഴും തെറ്റായ വഴിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾ വളരുന്നു, ആളുകൾ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യപ്പെടുന്നു. രണ്ടാമത്തത്, മനുഷ്യന്റെ ആർത്തി എത്ര കിട്ടിയാലും തീരില്ല. നോക്കൂ, 596 പവൻ സ്വർണമാണ് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഒരു ജിന്നുമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ഈ ആർത്തി മനുഷ്യനെ എല്ലായിടത്തും അപകടങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്, എല്ലാ മേഖലയിലും, ആത്മീയതയിൽ മാത്രമല്ല. നോക്കൂ, കേരളത്തിൽ മുമ്പ് ഒരു സ്കൂളിലെ 44 അധ്യാപകരാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ അകപ്പെട്ട് അവർ വലിയ നഷ്ടം സംഭവിച്ചത്. അല്ലെ, ഒരാള് രണ്ടാളെ ചേർക്കണം, അവർ പിന്നെ രണ്ടാളെ ചേർക്കണം. ചെയിൻ മാർക്കറ്റിംഗ് അത് അനിസ്ലാമികമാണ്, ഇസ്ലാമുമായി ബന്ധമില്ലാത്തതാണ്, ഇസ്ലാമിക കച്ചവട നിയമങ്ങൾക്ക് നിരക്കാത്തതാണ്, തെറ്റാണ്. എന്നിട്ട് അതിന് പോയിട്ട് അകപ്പെടുക, അവിടെ ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു പോവുക, കോടികൾ നഷ്ടപ്പെടുകയാണ്. ഷെയർ വിരിക്കുന്നു. എന്തിനാ വിരിക്കുന്നത്, എന്തിനാ വാങ്ങുന്നത്? ആളുകൾ ചോദിക്കാറില്ല, നോക്കാറില്ല, കച്ചവടത്തിന്റെ ഇസ്ലാമികത അന്വേഷിക്കാറില്ല. എന്നിട്ടോ പറയും അയാൾ 2 കോടി കൊണ്ട് മുങ്ങി, അയാൾ 5 കോടി കൊണ്ട് മുങ്ങി. കോടികൾക്കൊന്നും ഒരു വിലയില്ല. ഇനി കോടികൾ കൊണ്ട് മുങ്ങിയാനോ ഓൻ ആ പിരിച്ച് നഷ്ടം വന്നാലോ ഓ മാന്യമായിട്ട് സമൂഹത്തിലൂടെ ചില ആൾക്കാർ നടക്കും. 5000 10,000 ഒക്കെ കടം കൊടുത്താലേ വലിയ കടായി തോന്നുള്ളൂ. കോടികൾ കടണ്ടെങ്കിൽ പിന്നെ കടലില്ല എന്നുള്ള രീതിയിലാണ് ആളുകളുടെ ഒരു വെപ്പ്. നമ്മൾ ആവർത്തിച്ച് വീണ്ടും പറ്റിക്കപ്പെടുന്ന മനുഷ്യർ. ആർത്തിയാണ് ഇതിന്റെ കാരണം. എങ്ങനെയാണ് ഇത് അന്യായമായ വഴിയിലൂടെ വേഗത്തിൽ സമ്പന്നനാവുക, വേഗത്തിൽ ഇത് ഇരട്ടിപ്പിക്കുക? ലോകത്ത് സ്വർണം ഇരട്ടിപ്പിക്കാൻ എന്തു മന്ത്രത്തിനാ കഴിയുക, എന്തു സാങ്കേതിക വിദ്യക്കാ കഴിയുക? അല്ലെ, ഒരു അല്പം പോലും കോമൺ സെൻസ് ഇല്ലാതെ ഇത്തരം ആളുകളുടെ ചതിയിൽ മനുഷ്യരകപ്പെട്ടു പോവുകയാണ്. നിങ്ങൾ നോക്കി, ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഭൗതിക പ്രശ്നങ്ങൾ പറയാനാ പോകാറുള്ളത്. പള്ളിയിൽ നമ്മളെന്തിനാ വരിക? സ്വർഗം കിട്ടാനാ. പള്ളിയിൽ നമ്മൾ എന്തിനാ നിസ്കരിക്കുന്നത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ. പള്ളിയിൽ നമ്മൾ ഇരുന്ന് ഖുർആൻ ഓതുന്നത് എന്തിനാ? ദിക്റുകൾ ചൊല്ലുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാനാ. എന്നാ ഈ ചൂഷണ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരോ, ഈ കപടാത്മീയ കേന്ദ്രങ്ങളെ സന്ദർശിക്കുന്നവരോ മക്കളുടെ കല്യാണം ശരിയാകാനാ, അല്ലെ, മകന് ജോലി ശരിയാകാനാ, വീട്ടിൽ മറ്റെന്തോ ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല, എത്ര കച്ചവടം ചെയ്തിട്ടും ക്ലച്ച് പിടിക്കുന്നില്ല, അത് ശരിയാവാനാണ്. നമ്മൾ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ മിക്കപ്പോഴും ഇത്തരം ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളെ തേടിപ്പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരായി നമ്മൾ മാറുന്നു. ഇനി ഇവിടെ ഒരു മനുഷ്യനെ പറ്റിച്ചു, അയാളെ കൊല ചെയ്തു, നാളെ അവിടെ വേറൊരു ജിന്നുമ്മ വന്നാൽ, നാളെ വേറൊരു ബാബ വന്നാൽ, വേറൊരു സിദ്ധൻ വന്നാൽ, വേറൊരു തങ്ങൾ വന്നാൽ, അല്ലേ, ഞാൻ പരിഹരിച്ചു തരാം, എന്റെ അടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടണം. അവിടെയും നമ്മുടെ ആളുകളുടെ ക്യൂ ഉണ്ടാകും, മലയാളികളുടെ ക്യൂ ഉണ്ടാകും. മുസ്ലിങ്ങളായ ആളുകൾ പോകുന്നു, ക്യൂ നിൽക്കുന്നു. എത്ര കിട്ടിയാലും പഠിക്കാത്തവരായി നമ്മൾ മാറുന്നത് കൊണ്ട് തന്നെ ഈ മേഖലയിൽ മനുഷ്യന്റെ യുക്തിയോ ബുദ്ധിയോ ഒരൽപ്പം പോലും വിനിയോഗിക്കാൻ മനുഷ്യൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊരു കാസർഗോഡ് അവസാനിക്കുമോ? നാളെ വേറൊരു കാസർഗോഡ് ഉണ്ടാകും, നാളെ വേറൊരു കണ്ണൂരുണ്ടാകും, നാളെ വേറൊരു കൊലപാതകം നടക്കും, നാളെ വേറെ കോടികൾ ചൂഷണം ചെയ്തു എന്ന് വേറെ സംഭവം ഉണ്ടാകും. അല്ലെ, സ്ത്രീകളുടെ മുഴുവൻ ആഭരണവും സിദ്ധൻ അടിച്ചു മാറ്റി. എത്ര വാർത്ത നമ്മൾ വായിച്ചതാ? സ്ത്രീകളെ പറഞ്ഞു വെച്ചിച്ച് ലൈംഗികമായി ബലാത്സംഗം ചെയ്തു. എത്ര വാർത്ത നമ്മൾ വായിച്ചതാ? എന്നിട്ട് അവസാനിച്ചു? അവസാനിക്കുന്നില്ല. ഒരു ജിന്നുമ്മ അറസ്റ്റ് ചെയ്യപ്പെട്ട വേറെ 10 ജിന്നുമ്മമാര് വീണ്ടും ഉണ്ടാകുന്നു.
ഒരു സിദ്ധനെ പിടിച്ച വേറെ കുറെ സിദ്ധന്മാരുണ്ടാകുന്നു. എന്താ കാരണം? നമ്മൾ ബുദ്ധി പണയം വെച്ചവരായി ഇതിന്റെ നേരും നെറിയും മതവും പ്രമാണവും നോക്കാതെ ഇത്തരം അബദ്ധങ്ങളെ പോയി യാതൊരുവിധ അന്തവുമില്ലാതെ പോയി ചാടുന്നവരായി നമ്മൾ മാറുകയാണ്. അല്ലേ? പണം കൊടുത്തുകൊണ്ട് ആരാധന നിർവഹിക്കേണ്ട വല്ല കാര്യം ഇസ്ലാമിലുണ്ടോ? നിസ്കരിക്കാൻ എവിടെയാണ് പണം കൊടുക്കേണ്ടത്? നോമ്പ് നോൽക്കാൻ എവിടെയാണ് പണം കൊടുക്കേണ്ടത്? സക്കാത്ത് എന്നുള്ളത് സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു ആരാധനയാണ്. അത് നടപ്പിലാക്കാൻ ഒരു ഇടയാളന് പണം കൊടുത്തിട്ട് വേണോ? ഹജ്ജിന് എവിടെങ്കിലും യാത്രക്കുള്ള ചെലവല്ലേ ഉള്ളൂ. അല്ലേ? മക്കയിൽ ഒരു നേർച്ച കുത്തി വെച്ചാൽ അവിടെ പിരിയുന്ന പണം എത്രയായിരിക്കും? പണം എന്നുള്ളത് ആരാധനയ്ക്ക് ആവശ്യമില്ല. ഈ ചൂഷണ കേന്ദ്രങ്ങളോ അവർക്ക് വേണ്ടത് പണമാണ്. അതുകൊണ്ട് സ്വർണം മടിച്ചു മാറ്റും, പണം മടിച്ചു മാറ്റും, അതിന് വിധേയരല്ലാത്ത ആളുകളെ കൊന്നുകളയും, സ്ത്രീകളുടെ മാനം കവർന്നെടുക്കും. അതാണിവിടെ ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് മതത്തിന്റെ പേരിൽ വന്നാലും ഇത്തരം ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾക്കൊന്നും മനുഷ്യന് സമാധാനം നൽകാൻ കഴിയില്ല. മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. ഈ ആളുകൾക്കൊന്നും ഒരു ദിവ്യശക്തിയോ കഴിവോ ഇല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യഥാർത്ഥ സമാധാനം മനുഷ്യൻ എവിടെ നിന്നാണ് കിട്ടുക? അല്ലേ? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് ഒരു മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവുക. നിസ്കാരം നിലനിർത്തുന്നവന് സമാധാനം ഉണ്ടാകും, ഖുർആൻ ഓതുന്നവന് സമാധാനം ഉണ്ടാകും, ദിക്റുകൾ ഉരുവിടുന്നവന് സമാധാനം ഉണ്ടാകും. അവന്റെ വിശ്വാസം കൂടി ശിർക്ക് കലരാത്തതാകണമെന്ന് മാത്രം. അല്ലേ? അല്ലദീന ആമനൂ വലം യൽബസൂ ഈമാനഹും ബിളുൽം. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. ആരെയും പേടിക്കാതെ ഒരു സിദ്ധനെയും ഒരു ആത്മീയ കേന്ദ്രത്തെയും ഒരു ജിന്നുമ്മയെയും ഒരു ബാബനെയും ഒരു സിദ്ധനെയും ഭയപ്പെടാതെ സധൈര്യം ജീവിക്കാൻ സാധിക്കുന്നത് നിഷ്കളങ്കമായ തൗഹീദ് അനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് പടച്ചവനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾക്ക് ഒരു പേടി ഉണ്ടാവില്ല. ആരെയും ഒരു പേടി ഉണ്ടാവില്ല. അല്ലാത്തവർക്കോ കുറ്റിച്ചൂലിനെ പേടിയാണ്, അല്ലാത്തവർക്കോ കാലിക്കുടത്ത ഭയമാണ്, അല്ലാത്തവർക്കോ കരിമ്പൂച്ചയെ പേടിയാണ്, അല്ലാത്തവർക്കോ ഒറ്റമേനിനെ പേടിയാണ്, അല്ലാത്തവർക്കോ വിധവയായ സ്ത്രീ ഭയമാണ്. വീട്ടിൽ നിന്ന് പേഴ്സ് മറന്നുവെച്ച് ഭാര്യ വിളിച്ചാൽ തിരിച്ചു വിളിക്കല്ലേ എന്ന് പറയും. സ്വന്തം ഭാര്യയുടെ സ്നേഹത്തോടുകൂടിയുള്ള വിളിയെപ്പോലും ഭയപ്പെടുന്ന ഭീരുക്കളായി നമ്മൾ മാറുന്നതുകൊണ്ടാ വിശ്വാസത്തിന് ശിർക്ക് വരുന്നതുകൊണ്ടാ. അല്ലേ? ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ എന്താ? ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ്. 6 പ്രധാനപ്പെട്ട അടിസ്ഥാന ഈമാനിൽപ്പെട്ടതാണ്. ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ്. കരിമ്പൂച്ചക്ക് തന്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. 2 രൂപയുടെ നൂലിൽ മന്ത്രിച്ച് 7 കെട്ടുകെട്ടി കയ്യിലിട്ടാൽ അത് തന്റെ ജീവിതത്തിലേക്ക് ഖൈറോ ശർറോ കൊണ്ടുവരില്ല. അത് മുഅ്മിനിന്റെ വിശ്വാസമല്ല. ഈമാൻ കാര്യങ്ങൾ വന്ന 1-ാം ക്ലാസ്സിൽ മദ്രസയിൽ എണ്ണിപ്പടിച്ച ഈമാൻ കാര്യങ്ങൾ പഠിച്ച ഒരു മനുഷ്യന്റെ വിശ്വാസമല്ല. ഉമ്മറത്ത് വെച്ച കാലിക്കുടമോ കുറ്റിച്ചൂലോ പിന്നിൽ നിന്ന് ഭാര്യയുടെ വിളിയോ ഏതെങ്കിലും ഒരു പക്ഷിയുടെ കരച്ചിലോ മനുഷ്യ ജീവിതത്തിൽ ഒരു നിലക്കും ഇടപെടുകയില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരു മുഅ്മിൻ മുഅ്മിനാകുന്നത്, അവന്റെ ഈമാൻ ശരിയാകുന്നത്, അവന്റെ അഖീദ ശരിയാകുന്നത്. അല്ലാത്തത് തെറ്റായ വിശ്വാസമാണ്. അറിയോ? നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊണ്ടുവരാ അല്ലാഹുവാണ്. അല്ലാഹുമ്മ അൻതസ് സലാം, അല്ലാഹുവേ നീയാണ് സലാം, സമാധാനം. വമിൻകസ് സലാം, നിന്നിൽ നിന്നാണ് സമാധാനം. തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉരുവിട, നാവ് കൊണ്ട് ഉരുവിട്ടാ പോരാ, വിശ്വാസം ഉള്ളിലുണ്ടാകണം. അള്ളയാണ് നമുക്ക് സമാധാനം തരിക. മനസ്സിൽ പ്രയാസമാണോ, കുടുംബത്തിൽ പ്രശ്നമാണോ, പടച്ചവനോടാ പറയേണ്ടത്, ഭൗതികമായ പരിഹാരം തേടുന്നതോടൊപ്പം. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടുമെന്നല്ല. ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ തീരൂല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരാൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും എന്നതാണ് മുസ്ലിമിന്റെ പ്രത്യേകത. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. കാരണം ഇതൊരു പരീക്ഷണമാണ്. പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ചോദ്യപേപ്പർ കൊടുത്തപ്പോ കുട്ടി പറയണേ,
എനിക്ക് ഈ ചോദ്യപേപ്പറൊക്കെ തന്ന ഞാൻ ആകെ ബുദ്ധിമുട്ടാണ്. പരീക്ഷ ആൾക്ക് കയറണം എന്തിനാ? ചോദ്യപേപ്പർ കിട്ടാനും ഉത്തരം എഴുതാനാണ്. ഭൂമിയിലേക്ക് അല്ലാഹു നമ്മളെ പറഞ്ഞയച്ചതിനാ സുഹൃത്തുക്കളെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനാ. ഇവിടെ പനി ഉണ്ടാകും, ഇവിടെ ദാരിദ്ര്യമുണ്ടാകും, ഇവിടെ ക്യാൻസർ ബാധിക്കും, ഇവിടെ കിഡ്നി രോഗിയാകും, ഇവിടെ മാരകമായ രോഗങ്ങൾ നമ്മളെ കടന്നുപിടിക്കും, ഇവിടെ കുടുംബ പ്രശ്നങ്ങളുണ്ടാകും, ഇവിടെ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാകും. അജബൻ ലിഅംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ്. ഇദാ അസ്വാബതുഹു സറാഹു ശകറ, സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോ അവൻ അല്ലാഹുവിന് നന്ദി പറയും. വഇദാ അസ്വാബതുഹു ദറാഹു സ്വബറ ഫകാന ഖൈറൻ ലഹു, അവൻക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, അവൻ ക്ഷമിക്കും. ഇവിടെ അല്ലാഹു എനിക്ക് കണ്ണ് തന്നിട്ടില്ലെങ്കിൽ, ഇവിടെ അല്ലാഹു എനിക്കൊരു കൈ തന്നിട്ടില്ലെങ്കിൽ, ഇവിടെ അല്ലാഹു എനിക്കൊരു കാല് തന്നിട്ടില്ലെങ്കിൽ, അല്ലേ, യുക്തിവാദികൾ ചോദിക്കുക, നിങ്ങളെ അല്ലാഹ് എന്ത് കാരുണ്യ, എന്തിനാ പിന്നെ കണ്ണില്ലാതെ ആൾക്കാരെ ജനിപ്പിച്ചത്, എന്തിനാ പിന്നെ കാലില്ലാതെ? ഇവിടെ കൈയില്ലെങ്കിൽ പകരം സ്വർഗത്തിൽ അപ്പുറം തരും. 60 കൊല്ലമല്ല മനുഷ്യന്റെ ജീവിതം, 70 കൊല്ലമല്ല മനുഷ്യന്റെ ജീവിതം, മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം. ഇവിടെ രോഗമുള്ളവന് സന്തോഷിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെ വേദന കാർന്നു തിന്നുന്ന ഒരു രോഗവുമായി ജീവിക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ സന്തോഷമാണ്. എന്താ? ഈ വേദനയുടെ ഓരോ നിമിഷവും കാരണം എന്റെ പാപങ്ങൾ പുറത്തു തരിക, എനിക്ക് നാളെ പരലോകത്ത് കൂലി കിട്ടുക, അല്ലാഹു എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളത് പ്രശ്നങ്ങളില്ലാതിരിക്കുക എന്നതല്ല, പ്രശ്നങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നിടത്താണ് സമാധാനം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൻ അതിൽ ക്ഷമിക്കുന്നു, അതിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു, അതവൻക്ക് പരലോകത്ത് ഗുണമാകുന്നു. അവന്റെ പാപങ്ങൾ അതുകൊണ്ട് പുറത്തു കിട്ടുന്നു, അല്ലാഹു അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ പരലോക വിശ്വാസമുള്ള, ശരിയായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എപ്പോഴും സമാധാനമുണ്ടാകും. ദോഷം തടയാനോ ഗുണമുണ്ടാക്കാനോ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും കഴിയുകയില്ല എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ ആർക്കും കഴിയില്ല. വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവേ നീ തടഞ്ഞത് നൽകാൻ വേറൊരാൾക്കും സാധ്യമല്ല. നിസ്കാരത്തിന് ശേഷം നബി പഠിപ്പിച്ച ദിക്ർ നമ്മൾ ഇങ്ങനെ പറയാം. എന്നിട്ടോ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ പ്രശ്നം തീർക്കാൻ വേറെ സ്ഥലത്ത് പോവാം. ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ പ്രശ്നം തടയാൻ വാഹനത്തിന്റെ മേൽ ചുവന്ന തുണിക്കഷ്ണവും പച്ചപ്പട്ടിന്റെ ഒരു കീറക്കഷ്ണവും കെട്ടി ഇങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ബസ്സിൽ നിന്ന് 5 രൂപയുടെ നാണയം ജാറത്തിന്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധ്യ വസ്തുക്കളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അവിടെ 5 രൂപ കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു വിശ്വസിച്ചിരിക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ രക്ഷകൻ അല്ലാഹുവാണ്. അല്ലാഹു തടഞ്ഞത് നൽകാൻ, അല്ലാഹു നൽകിയത് തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്നതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം. അങ്ങനെ ആർക്കെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രശ്നം തീർക്കാൻ, അദൃശ്യമറിയാൻ, കളഞ്ഞുപോയത് കാണാൻ എടുക്കാൻ പോണത് ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളെ തേടിപ്പോവുക, ഇത്തരം തങ്ങന്മാരെയും സിദ്ധന്മാരെയും അന്വേഷിക്കുക. ഇങ്ങനെ ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ അത് ആർക്ക് കഴിയണം? അല്ലാഹുവിന്റെ റസൂലിന് കഴിയണ്ടേ? പ്രവാചകനേക്കാൾ അല്ലാഹുവിനോട് അടുത്ത് ആരാളുള്ളത്? പ്രവാചകനേക്കാൾ അല്ലാഹുവിനോട് അടുത്ത് ആരാളുള്ളത്? സൃഷ്ടികളിലെ ശ്രേഷ്ഠൻ എന്നല്ലേ റസൂൽ പറയാ, അഷ്റഫുൽ ഖൽഖാണ്. ആ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? ഖുൽ, അല്ലാഹു പറയാണ്, നബിയെ പറയുക, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്റെ അടുത്ത് അല്ലാഹുവിന്റെ ഖജനാവ് മുഴുവൻ എന്റെ അടുത്തുണ്ട്. സമ്പത്തൊന്നും നിങ്ങൾക്ക് തരാൻ എന്നെ കൊണ്ട് പറ്റൂല. പിന്നെ വല അഅലമുൽ ഗൈബ്, എനിക്ക് അദൃശ്യമറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. വല അഖൂലു ലക്കും ഇന്നീ മലക്, ഞാനൊരു മലക്കാണെന്ന് നിങ്ങളോട് പറയുന്നില്ല. ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലൈഹി, പിന്നെ ഞാൻ ആരാ? എനിക്ക് വഹയി കിട്ടുന്നുണ്ട്, ആ വഹയി അനുസരിച്ച് അതിനെ പിന്തുടർന്ന് ഞാൻ ജീവിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അറിയാത്ത ഗൈബ് ഏത് ജിന്നുമ്മക്ക് അറിയാം? അല്ലാഹുവിന്റെ റസൂലിന് അറിയാത്ത ഗൈബ് ഏത് സിദ്ധനറിയാ? ഏത് സന്യാസിക്കറിയാ? ഏത് തങ്ങൾക്കറിയാ? ഏത് മുസ്ലിയർക്കറിയാ? ഏത് അറബ് മന്ത്രിക്കാരനറിയാ? അല്ലാഹുവിന്റെ റസൂലിന് അറിയാത്ത ഗൈബ്, അദൃശ്യം, അല്ലാഹുവിന്റെ റസൂലിന് അറിയാത്ത ഭാവി ആർക്കറിയാം? ആർക്കെങ്കിലും അറിയുമായിരുന്നെങ്കിൽ പ്രവാചകൻ അറിയേണ്ടിയിരുന്നു. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശലോകത്ത് ആകാശഭൂമികളിൽ
അദൃശ്യമറിയുന്നവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. വിശുദ്ധ ഖുർആനിന്റെ നസ്സാണ്. അല്ലേ? പ്രവാചകൻ പറഞ്ഞു, എനിക്കു തന്നെ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് പറയൂ നബിയെ. ഖുർആനിലുള്ള അല്ലാഹു നബിയോട് പറയാൻ ആവശ്യപ്പെടുന്നു, എനിക്കു തന്നെ ഉപകാരം ചെയ്യാൻ, എനിക്കു തന്നെ ഉപദ്രവം ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് പറയൂ പ്രവാചകരെ. വിശപ്പുണ്ടായില്ലേ? പ്രവാചകൻ കുനിഞ്ഞിരുന്ന് ഞരങ്ങിയിരുന്നതാ വിശപ്പ് സഹിക്കാത്തത് കൊണ്ട്. പ്രവാചകൻ പട്ടിണി അനുഭവിച്ചില്ലേ? പ്രവാചകന് രോഗമുണ്ടായില്ലേ? പ്രവാചകൻ രോഗത്തിന്റെ വേദന അനുഭവിച്ചില്ലേ? ഐഷ ജൂത സ്ത്രീ ആട്ടിൻ മാംസത്തിൽ വിഷം കലർത്തിയപ്പോ എനിക്കുണ്ടായൊരു വേദനയുണ്ട്. അപ്പൊ പ്രവാചകന് വേദനിച്ചു. മരണത്തോടടുക്കുമ്പോ പ്രവാചകൻ പറയാൻ, ആ വേദന ഇതാ ഞാനിപ്പോൾ അനുഭവിക്കുന്നു. റസൂൽ പ്രവാചകനില്ലാത്ത എന്തു കഴിവാ മറ്റുള്ളവർക്കുണ്ടാവുക? പ്രവാചകൻ അദൃശ്യമറിയുമോ? ഇല്ലല്ലോ. ഐഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ വ്യഭിചാരാരോപണമുണ്ടായി. ഐഷ ബീവി അറിയില്ല. നാട്ടിലെല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളെ കുറിച്ചൊരു ആരോപണം ഉണ്ടായി. അങ്ങനെ ഏറ്റവും അവസാനം അറിയുന്ന ആ വ്യക്തിയായിരിക്കും. അങ്ങനെ ബാത്റൂമിലേക്ക് ആയിഷ ബീവി ഇങ്ങനെ പോകുമ്പോൾ കൂടുള്ള ആള് പറഞ്ഞു, ഈ ആളുകളെ എന്തൊക്കെയാണ് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? ആയിഷ ചോദിച്ചു, എന്താണ്? പ്രചാരണം തുടങ്ങി ദിവസങ്ങൾ പിന്നെ കിട്ടുന്നത് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ തളർന്നുപോയി. ഐഷ ബീവി സമാധാനിച്ചു. പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഐഷ നീ വേണമെങ്കിൽ തൽക്കാലം കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ശിവരുണ്ട്, ഞാൻ ഒരു രാവും പകലും മുഴുവൻ കരഞ്ഞു തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളുടെ പ്രചാരണം കേട്ടപ്പോ ഒരൽപ്പം സമാധാനിക്കാൻ നബിക്ക് മനസ്സിലാകുന്നില്ല. അവസാനം വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ തെറ്റു ചെയ്തിട്ടില്ല എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഖൈബർ യുദ്ധത്തിന്റെ സമയത്ത് ജൂത സ്ത്രീ വന്നിട്ട് പറയാണ്, മുഹമ്മദ് എന്റെ വിരുന്ന് സ്വീകരിക്കുമോ? ഞാനൊരു ജൂതയാണ്, യഹൂദിയാണ്, അതിനെന്താ മുസ്ലിം അല്ലാത്ത ഒരാളുടെ വിരുന്ന് സ്വീകരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസമേതാ? അത് ആടിന്റെ മാംസമാണ്. ആടിന്റെ ഏത് മാംസമാണ്? മുൻകൈയിലെ മാംസമാണ്. ആ മാംസം ഉണ്ടാക്കി കൊടുത്തു. പ്രവാചകനും കൂടെ ബിശ്ർ ബറ എന്ന് പറയുന്ന സ്വഹാബിയും ഉണ്ടായിരുന്നു. പ്രവാചകന്റെ വായിലിട്ട മാംസം ഇറക്കിയില്ല. നബി ചോദിച്ചു, ഇതിൽ വിഷമുണ്ടോ? കൂടെ ഉണ്ടായിരുന്ന ബിശ്ർ റളിയല്ലാഹു അൻഹു മാംസം ഇറക്കി നബിയുടെ മുന്നിൽ കടന്നു മരിച്ചു. നബി ബോധപൂർവം കൊണ്ടുപോയി കൊന്നതാ? അല്ല. അദൃശ്യമറിയാൻ പ്രവാചകന് കഴിയില്ല. പക്ഷെ പ്രവാചകൻ ശത്രുക്കളുടെ കൈകളാൽ കൊല്ലപ്പെടുകയില്ല എന്ന് അള്ളാഹുവിന്റെ ഇസ്മത്തുണ്ട്, അള്ളാഹുവിന്റെ സുരക്ഷിതത്വമുണ്ട്. അതുകൊണ്ട് തന്നെ വായിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രവാചകന് വഹി ലഭിച്ചു. അത് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രവാചകനറിയാത്ത അദൃശ്യം എങ്ങനെയാണ് സഹോദരങ്ങളെ മറ്റുള്ളവർക്കറിയാൻ സാധിക്കുക? എത്ര ഉദാഹരണങ്ങളാണ്! സക്കരിയ നബിയുടെയും മറിയം ബീവിയുടെയും ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ നാട്ടിലില്ലാത്ത പഴങ്ങൾ കഴിക്കുന്ന മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ മറിയം ബീവിയോട് ചോദിക്കാ, എവിടുന്ന ഈ ഭക്ഷണം? അന്നാലയ്ക്ക് ആദാ, ഒരു വലിയത്താണ്, അള്ളാഹു നൽകുന്ന കറാമത്താണ്. മഹദി ആ മറിയം ബീവിക്ക് ലഭിക്കുന്ന കറാമത്ത് ഇത് റബ്ബ് നൽകുന്നതാണെന്ന് വഹി ആ സമയത്ത് ലഭിക്കാത്തത് കൊണ്ട് സക്കരിയ നബിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ സക്കരിയ നബിയോട് മറിയം ബീവി പറയാ, ഹാദാ മിൻ ഇൻദില്ലാ, ഇത് അള്ളാന്റെ അടുത്തിൽ നിന്നാണ്. മൂസാ നബിയും ഖളിർ നബിയും നടത്തിയ യാത്ര സൂറത്തുൽ കൗഫിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെ? മൂസാ നബിയോട് ചോദിച്ചു, മൂസേ, ആർക്കാണ് മൂസാ നബിയുടെ ഏറ്റവും ഇൽമുള്ളത്? ബനൂ ഇസ്രായേലിൽ ഞാനല്ലേ നബി, എനിക്കാണ്. അള്ളാഹ് പറഞ്ഞു, മൂസാ നബിനെ പരീക്ഷിച്ചു. മൂസേ, അങ്ങനെ പറയാൻ പാടില്ല, പോകണം. രണ്ടു നദികൾ സംഗമിക്കുന്നിടത്ത് നീ ഒരാളെ കാണും. അങ്ങനെയാണ് ഖളിർ അലൈഹി ഇസ്ലാമിനെ ഖുർആനിൽ ഖളിർ നബിയുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഖളിർ നബിയുടെ ആ സംഭവം വിശദീകരിക്കുന്നു. ഇമാം ബുഖാരി സുദീർഘമായ വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. ഖളിർ അലൈഹി ഇസ്ലാമയും മൂസാ നബിയും നടന്നു. അവൾ പറഞ്ഞു, എന്റെ കൂടെ പോരാൻ, പക്ഷെ ഞാൻ ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ചരിത്രം അറിയാം. ഒരു കപ്പലിൽ കയറി, നല്ല മനോഹരമായ പുതിയ കപ്പൽ. ഖളിർ അലൈഹി ഇസ്ലാം അതിനൊരു ദ്വാരമുണ്ടാക്കി, കുറച്ച് കേടുപാടുകൾ വരുത്തി. മൂസാ നബി ദേഷ്യപ്പെട്ടു, എന്തിനാ നമ്മളെ സഹായിച്ചവരുടെ കപ്പൽ കേടുവരുത്തിയത്? ഖളിർ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കരാർ ലംഘിച്ചു, ഞാൻ ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, നമ്മൾ പോണം. അവ പറഞ്ഞു, ഇപ്പോഴത്തേക്ക് എന്നെ ക്ഷമിക്കും. കുറച്ചു കഴിഞ്ഞു ഒരു
ഗ്രാമത്തിലെത്തി അവരോട് വിരുന്നുകാരാണ്, യാത്രക്കാർക്ക് നാട്ടുകാർ അതിഥികളായി സ്വീകരിക്കണം. ഹോട്ടലിലല്ലോ ഭക്ഷണം കിട്ടണമെങ്കിൽ നാട്ടുകാർ അതിഥികളായി സ്വീകരിച്ചില്ല. അവിടെ പൊളിഞ്ഞു വീഴാറായ ഒരു മതിലുണ്ട്, ആ മതിൽ നന്നാക്കി കൊടുത്തു. ഇങ്ങനെ 2-3 സംഭവങ്ങൾ. അവസാനം 3ാമത്തെ കാര്യവും ചെയ്തപ്പോ ഒരു കുട്ടിയെ കൊലപാതകം കൊന്നുകളഞ്ഞു അലൈഹിസ്സലാം. 3ഉം ചെയ്തപ്പോ 3നെയും ചോദ്യം ചെയ്തു മൂസ അലൈഹിസ്സലാം. ഇനി നമുക്ക് ഇവിടുന്ന് പിരിയാം. ഖദർ അലൈഹിസ്സലാം ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. കപ്പൽ കേടരുത്തിയില്ലേ, എന്തിനാണെന്നറിയോ? നല്ല കപ്പൽ, അവർ പാവങ്ങളാണ്. നല്ല കപ്പൽ കണ്ടാൽ അവർ പോകുന്ന വഴിക്ക് ഒരു രാജാവ് അത് പിടിച്ചെടുക്കും. ചെറിയ കേടുപാടുകൾ വരുത്തിയ രാജാവ് പിടിക്കാതെ അവർക്ക് കിട്ടും. ഇങ്ങനെ ഖദർ അലൈഹിസ്സലാമിന് കിട്ടിയത് വഹയിലൂടെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. മൂസാ നബിക്ക് അറിയാതിരുന്നത് നബിയായിട്ടും അപ്പൊ വഹയി കൊടുത്തിട്ടില്ല. എപ്പോഴാണോ വഹയിലൂടെ അറിയിക്കണം അപ്പോഴേ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലേ? എന്തിനാ മതില് നന്നാക്കി കൊടുത്തത്? അതിന്റെ താഴെ ഒരു നിധിയുണ്ട്. ആ മാതാപിതാക്കൾക്ക് 2 അനാഥകളുടേതാണത്. അവർ വളർന്നു വലുതായിട്ടേ അവിടുന്ന് പുറത്തു വരാൻ പാടുള്ളൂ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഗൈബ് അറിയുന്നില്ല. അപ്പോ വഹയി കിട്ടുന്ന പ്രവാചകനെ അറിയുന്നുള്ളൂ. പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ ഈ ജിന്നുമ്മമാർക്കും ഈ സിദ്ധന്മാർക്കും ഈ പറയുന്ന ആളുകൾക്കെല്ലാം ഇത്തരത്തിലുള്ള കഴിവും അറിവുമുണ്ടെന്ന് പറയുക? ഇത് ശുദ്ധമായ ചൂഷണമാണ്. ഇതൊരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് അടുത്തു പോകാൻ പാടില്ലാത്ത ഇസ്ലാമിക വിരുദ്ധമായ ചികിത്സകളും ആത്മീയ രീതികളുമാണ്. അതിനെ കൈയൊഴിയാനും അതിൽ വിട്ടുനിൽക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ മുത്തഖീങ്ങളിൽ സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാട്ടിൽ ആത്മീയ ചൂഷണ കേന്ദ്രങ്ങൾ വർദ്ധിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി കാസർഗോഡ് ഒരു കൊലപാതകത്തിലെത്തിയ ഇത്തരം ആത്മീയ തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ത്രീയെയും കൂട്ടാളികളെയും പിടികൂടിയ ഒരു പശ്ചാത്തലത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് മതം എന്തു പഠിപ്പിക്കുന്നു എന്ന ഒരു തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. അതല്ലാത്ത ഒരാളും ഏതെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാക്കാനോ ദോഷമുണ്ടാക്കാനോ ഒരു മനുഷ്യന് കഴിയും. അയാൾ ഭയങ്കര സിദ്ധനാണ്, ഭയങ്കര ദിവ്യനാണെന്നൊക്കെ പറഞ്ഞാൽ അത്തരം ആളുകളുടെ അടുത്തേക്ക് പോകാനോ അവരിൽ വിശ്വസിക്കാനോ അവരെ സമീപിക്കാനോ പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ അദൃശ്യം അറിയുകയും ആളുകളുടെ പ്രയാസങ്ങൾ തടുക്കാനും ഒക്കെ കഴിയുമായിരുന്നെങ്കിൽ പ്രവാചകന്മാർക്ക് കഴിയുമായിരുന്നു. പ്രവാചകന്മാർക്ക് പോലും അതിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, അത് ഇവര് പറയുന്ന ചിലതൊക്കെ ശരിയാകാറുണ്ടല്ലോ, അവര് പറഞ്ഞിടത്തൊക്കെ പോയിട്ട് ചില ആളുകൾക്കൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്നിട്ടുള്ള ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖാലത്ത് സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ കുഹാൻ. ഇങ്ങനെയുള്ള ഈ ജ്യോത്സ്യന്മാരെയും മന്ത്രക്കാരെയും കുറിച്ച് ചോദിച്ചു. ആയിഷ ബി ഹദീസ് ഉദ്ധരിക്കുന്നു. ഫഖാല, നബി പറഞ്ഞു, ലൈസു ബിശൈ, അവരൊന്നുമല്ല, അവിടെ ഒന്നും പോയിട്ടൊരു കാര്യമില്ല. റസൂലാട്ടാ പറയുന്നത്. അപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് ഇന്നഹും യുഹദ്ദിസൂന അഹ്യാൻ ബിശൈഇ യകൂനു ഹഖ്ഖൻ. അവർ ചില സമയത്ത് പറയുന്ന കാര്യങ്ങൾ സത്യമാകാറുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറുപടി എന്നറിയോ? തിൽകൽ കലിമതു മിനൽ ഹഖ് യഹ്ഫദുഹൽ ജിന്നി ഫയുഖർഖിറുഹാ ഫീ ഉസ്നി വലിയിഹി. മലക്കുകളിൽ നിന്ന് വാർത്തകൾ തട്ടിയെടുത്ത് ചില പിശാചുക്കൾ ഈ പറയുന്ന ആളുകളുടെ ചെവിയിൽ എന്താ ഫയുഖ്ലിതൂന മഅഹാ മിഅത കദിബ, 100 കളവ് കൂട്ടിക്കലർത്തി അത് പറഞ്ഞു കൊടുക്കും. അപ്പൊ ചിലപ്പോൾ അവർ പറയുന്ന സത്യമായി മാറും. അത് അവർക്ക് ദിവ്യത്വം ഉണ്ടായതുകൊണ്ടല്ല, അവർ അല്ലാഹുവിന്റെ അടുത്ത ആളായതുകൊണ്ടല്ല, അവർ ഭയങ്കര ഭക്തിയുള്ളത് കൊണ്ടല്ല, അവർക്ക് വലിയ കഴിവുള്ളത് കൊണ്ടല്ല, അത് ഭയങ്കര ഇസ്ലാമികമായതുകൊണ്ടല്ല, അവർ ശൈത്താന്റെ ആളുകളായതുകൊണ്ടാണ്.
പിശാച് മനുഷ്യനെ എങ്ങനെയെങ്കിലും ശരിയായ തൗഹീദിൽ നിന്ന് തെറ്റിച്ച് ശിർക്കിലേക്ക് എത്തിക്കാൻ, ഇത്തരം ദിവ്യന്മാരുടെ ശിർക്കിൽ വിശ്വസിക്കുന്ന ആളുകളാക്കി മാറ്റാൻ ചിലപ്പോ അതല്ലേ ശൈത്താന്റെ ജോലി. അതിന് പ്രതിജ്ഞ എടുത്ത ആളാണല്ലോ ശൈത്താന്മാർ. അതുകൊണ്ട് അവരെന്തെങ്കിലും ഷാഫി റഹ്മഹുള്ളയുടെ ഒരു വാചകമുണ്ട്, എന്താണെന്നറിയോ? നമ്മളൊരു മനുഷ്യൻ വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നത് കൊണ്ടാൽ അയാളെ ശൈത്താൻ കൊണ്ടുപോകുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരാൾ കാറ്റിലൂടെ പറന്നു പോകുന്നത് കണ്ടാൽ അതയാളുടെ ദിവ്യത്താന്നല്ല മനസ്സിലാക്കുന്നത്, അയാളെ ശൈത്താൻ കൊണ്ടുപോകുന്ന മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഒരു പ്രവാചകൻ, വലിയ കറാമത്തുണ്ട്, പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. അവര് ആ കറാമത്തും മുഅ്ജിസത്തും വെച്ച് കച്ചവടം ചെയ്യലും ആൾക്കാരെല്ലാ പ്രശ്നങ്ങളും തീർക്കാന്ന് വാഗ്ദാനം ചെയ്യുന്നവരുമല്ല. ഏറ്റവും വലിയ ആരാണ്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ഏറ്റവും വലിയ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയമാരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരാണ്. അവരെ തുടർന്നുള്ള സ്വഹാബത്താണ്, പ്രവാചകന്റെ ഭാര്യമാരാണ്, സ്വഹാബ വനിതമാരാണ്. അവരാരെങ്കിലും ഇങ്ങനെ ആത്മീയ കച്ചവടം നടത്തിയിട്ടുണ്ടോ? ആൾക്കാർക്ക് കളഞ്ഞുപോയത് ഞങ്ങൾ കാണിച്ചു തരാന്നുണ്ട് ബോർഡ് ചെയ്തിട്ടുണ്ടോ? പച്ചപതച്ച് വീട്ടിലകത്ത് കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങളടുത്ത് നിന്ന് പണം വാങ്ങി ചികിത്സിച്ചിട്ടുണ്ടോ? ജനങ്ങൾക്ക് ഈ വക ഓഫറുകൾ നടത്തി ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ടോ? ഇത് ശുദ്ധമായ തട്ടിപ്പാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖബൽ ലഹു സ്വലാത്തു 40 ലൈല. ആരെങ്കിലും ഒരാൾ, നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം, ആരെങ്കിലും ഒരാൾ ഇത്തരം ജ്യോത്സ്യന്മാരുടെ, സിദ്ധന്മാരുടെ, ജിന്നമ്മമാരുടെ അടുത്ത് പോയാൽ, അവരോട് എന്തിനെങ്കിലും കുറിച്ച് ചോദിച്ചാൽ, പോയാൽ എന്നൊരു റിവായത്തിലുണ്ട്, അയാളുടെ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലാകും. 40 ദിവസത്തെ നമസ്കാരം ബാത്തിലായി പോയി ഇവരെടുത്ത് പോയാൽ. അവർ പറഞ്ഞതിൽ വിശ്വസിച്ചാലോ, ഫസദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ അൻസല അലാ മുഹമ്മദ്. അവർ ഖുർആനിൽ അവിശ്വസിച്ചവനാണ്, കുഫ്ർ ചെയ്തവനാണ്. സുഹൃത്തുക്കളെ, കുട്ടിയോട് അസുഖം മാറണില്ലെങ്കിൽ ചില ആൾക്കാർ ചേരായ അൽവാസികൾ വരും, നമുക്കേ സംഭവങ്ങൾ ഡോക്ടറെ അടുത്തൊക്കെ പോയിക്കൊള്ളി, മറ്റോടത്തും കൂടി ഒന്ന് പോയോക്കാന്ന് പറഞ്ഞു വരും കേട്ടോ, മറ്റോടത്തും കൂടി ഒന്ന് പോയോക്കാന്ന് പറഞ്ഞിട്ട് വരും. ഇസ്ലാമിൽ അനുവദിച്ചൊരു മന്ത്രമുണ്ട്, മന്ത്രവാദാണ് ഇസ്ലാമിലില്ലാത്ത. വേറൊരു വിഷയം പിന്നീട് പറയാം. എന്താ? ആയത്തുൽ കുർസി ഊതി കൊടുക്കാം, നമുക്ക് സ്വയം ഊതാം, അല്ലേ? ഓതിയിട്ട് ശരീരത്തിലേക്ക് ഊതാം, കയ്യിലൂതി മേത്ത് തടവാം. നബിക്ക് മരണാസന്നനായി കിടക്കുമ്പോൾ ആയിഷ ബീവി ഊതിക്കൊടുത്തു, നബിയുടെ കയ്യിലൂതി തടവിക്കൊടുത്തു. ഇത് മതം അനുവദിക്കുന്ന ഒരു മന്ത്രമാണ്, അത് തർക്കമില്ല. രോഗിയുടെ അടുത്ത് പോയ നബി ശരീരത്തിൽ കൈവച്ച് അല്ലാഹുമ്മ റബ്ബൻ നാസ് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് മതം അനുവദിച്ച മന്ത്രമാണ്. എന്നാൽ അതോടൊപ്പം നിങ്ങൾക്ക് രോഗമുണ്ടായാൽ നിങ്ങൾ ചികിത്സയും വേണം. അതല്ലാത്ത ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് കുഫ്റിലേക്ക് നമ്മളെ എത്തിക്കും. അവർ പറഞ്ഞതനുസരിച്ചൊരു തകിട് കുഴിച്ചിട്ടാൽ, അവർ പറഞ്ഞതനുസരിച്ചൊരു ഏലസ് കിട്ടിയാൽ, അവർ ആവശ്യപ്പെട്ടതനുസരിച്ചൊരു നൂല് കെട്ടിയാൽ, കഫറ അലാ മാ അൻസല മുഹമ്മദ് ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് ഇറക്കിയതിൽ ഖുർആനിൽ അവർ അവിശ്വസിച്ചു, കുഫ്ർ ചെയ്തു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രോഗം കൊണ്ട്, പ്രയാസം കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട് ഈ ദുനിയാവിൽ നരകിച്ചു ജീവിക്കേണ്ടി വന്നാലും സ്വർഗം നഷ്ടപ്പെടുന്ന ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പോകുകയില്ല എന്ന ഉറച്ച പ്രതിജ്ഞ എടുക്കേണ്ടവരാണ് വിശ്വാസികൾ. അല്ലാഹു ആ നിലയ്ക്ക് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഗൾഫിൽ പെട്ടെന്ന് ഷുഗറും പ്രഷറൊക്കെ ഡൗണായി കോമയിൽ കഴിയുകയാണ്, വെന്റിലേറ്റർ കഴിയുകയാണ്. മറ്റൊരു സഹോദരൻ നമ്മുടെ പള്ളിയിൽ സ്ഥിരം വരാറുള്ള ഒരാൾ ക്യാൻസർ ബാധിച്ച് ഹോസ്പിറ്റലിലാണ്. വേറെ ഒരാൾ രാവിലെ ഒരു മെസ്സേജ്, അദ്ദേഹത്തിന്റെ സഹോദരന് വേണ്ടി കുറച്ച് അപകടകരമായ അവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു എല്ലാവർക്കും വേഗത്തിലുള്ള രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കെല്ലാം പൂർണ്ണാരോഗ്യത്തോടുകൂടി നമ്മിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദി
هذه الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.